കാക്കൊക്കെ എന്താ കിച്ചണിൽ പണി നോക്കി ഹോട്ടലിൽ എന്തോ കുടിക്കാൻ കണ്ട് ഞാൻ വിചാരിച്ച എന്തോ ജ്യൂസാണ്. അതാണ് നിങ്ങൾ കാക്കന്നെ പറഞ്ഞുതരും. ഈ ക്രിയേറ്റിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ക്രിയേറ്റിനെ കുറിച്ച് കിഡ്നി പോയി എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണലുണ്ട്. ഇതിനെ പറ്റി ഒന്ന് കമന്റ് ചെയ്യണേ. ഒരു വലിയ ജിമ്മനല്ലേ, ഒരാൾ കൈ കഴിഞ്ഞിട്ട് അടുത്താൾക്ക് കഴിക്കാൻ പോരെ, രണ്ടാക്കും ഒപ്പരം കഴിക്കാൻ ആരുമില്ല. അമ്മയും മോനും നിങ്ങൾക്ക് പാത്രം കഴിക്കാൻ എത്ര ഇഷ്ടമാണെങ്കിൽ കൂടി പാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അത് അവിടെ കട്ടെ ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കും. അതൊന്ന് കണ്ടാലോ? ആവശ്യത്തിനുള്ള മുട്ട പോയി ഇതിലേക്ക് കുറച്ച് ചമ്മന്തി, കുറച്ച് തേങ്ങ, പുതിന, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി, ഉപ്പുപൊടി ഇതൊക്കെ അരച്ച് ചമ്മന്തി ആക്കി. ചമ്മന്തി മീൻസ് മുളക് പൊടി ഒക്കെ ചെറിയ കംപ്ലൈന്റ് ഉണ്ടായത് അടിക്കണ പരിപാടി അങ്ങോട്ട് ഏൽപ്പിച്ച പണി ഭംഗിയായി ചെയ്ത് ആക്കും. ഇത് മുക്കി പൊരിക്കാൻ കുറച്ച് മാവുപ്പൊടി, കടലപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് 4 പൊടികളും ആവശ്യത്തിനും പാകത്തിനും ചേർത്തെല്ലാം കൂടി മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് ഒരു കൺസിസ്റ്റൻസി കൂടാനും പറ്റില്ല കുറയാനും പറ്റില്ല. കൺസിസ്റ്റൻസി കാണിച്ചിട്ടുള്ള വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഓരോ കോഴിമുട്ടിട്ട് 2, 3, 4 ആക്കി കൂട്ടുന്നതിനനുസരിച്ച് എണ്ണം കൂട്ടാൻ പരിപാടി കഴിഞ്ഞാൽ ഓരോന്നിന്റെ മുകളിൽ ചമ്മന്തി വെച്ച് പ്രസ് ചെയ്തു. അതൊരു മുട്ട ചമ്മന്തി ആയി മാറിയില്ലേ? ഇനി എന്താവും നമുക്ക് നോക്കാം. ഉണ്ടാക്കി വെച്ച ബാറ്റർ നല്ല ചൂടായി വരുമ്പോൾ ബാറ്ററിൽ ഓരോ പീസ് ഇട്ട് ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. ബാറ്റർ മുട്ടന്റെ എല്ലാ ഭാഗത്തും ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിത്തരും. അപ്പൊ പൊരിക്കുമ്പോൾ വല്ലാണ്ട് അടുത്ത് നിൽക്കണ്ട, ഇട്ടിട്ട് പിന്നെ മറിച്ചിടാൻ മാത്രം പോയാൽ മതി. ഈ ഒരു കളർ ആവുമ്പോഴാട്ടോ എടുക്കേണ്ടത്. മുട്ട ബജി ഇങ്ങനെയാണ് നമ്മൾ മുട്ട ബജി ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുവെക്കാൻ നേരം ചൂടോടുകൂടി മൂപ്പരത് തട്ടണം. എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ശരിയേ.